ഹലോ എവ്രി വൺ, വെൽക്കം ടു ഈസ്ലി ഗ്രാസിപ്പ്. ജൂലൈ 21 ചാന്ദ്രദിനം. മൂൺ ഡേ, ലൂണാർ ഡേ എന്നൊക്കെ അറിയപ്പെടുന്ന ചാന്ദ്രദിനം ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ജൂലൈ 20 ആചരിക്കുന്നത്. അതായത് മനുഷ്യന് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ തീയതി, ആ ഒരു തീയതിയിലാണ് നമ്മൾ ചാന്ദ്രദിനം ആചരിക്കുന്നത്. പക്ഷേ അതിപ്പം യു എസിലാണല്ലോ ആദ്യമായിട്ട് അമേരിക്കക്കാരാണ് പോയത്. സോ അവിടുത്തെ കലണ്ടർ പ്രകാരം ജൂലൈ 20 അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണലി നമ്മൾ ജൂലൈ 20 മൂൺ ഡേ ആഘോഷിക്കുന്നത്. പക്ഷേ ആ ഒരു സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ജൂലൈ 21 വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ജൂലൈ 21 മൂൺ ഡേ ആചരിക്കുന്നത്. എനിവേ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ചോദ്യം 1. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏത്? ഉത്തരം ചന്ദ്രൻ. ചോദ്യം 2. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന്? ഉത്തരം 1969 ജൂലൈ 21. ചോദ്യം 3. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. നമുക്കറിയാം 3 പേരാണ് ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് പോയത്. അതിൽ ഫസ്റ്റ് വൺ നീൽ ആംസ്ട്രോങ് ആണ് ഇറങ്ങിയത് ചന്ദ്രനിൽ. രണ്ടാമതായിട്ട് എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങി. മൂന്നാമതായിട്ടുള്ള മൈക്കൽ കോളിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവരുടെ ആ ഒരു വാഹനം കൺട്രോൾ ചെയ്തിരുന്നത്. ചോദ്യം 4. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏത്? ഉത്തരം അപ്പോളോ 11. ചോദ്യം 5. ആദ്യ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം, അതായത് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. ആ ഒരു പേരിലാണ് അത് അറിയപ്പെടുന്നത്. ചോദ്യം 6. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം? ഉത്തരം ചൈന. ചോദ്യം 7. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 12. ചോദ്യം 8. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം വാലന്റിന തെരഷ്കോവ. ചോദ്യം 9. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. അവളൊരു ഇന്ത്യൻ വംശജ കൂടിയാണെന്ന് ഓർത്തു വയ്ക്കുക. ചോദ്യം 10. സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൊണ്ട് ചന്ദ്രൻ്റെ സ്ഥാനം? ഉത്തരം 5. ചോദ്യം 11. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏവ? ഉത്തരം ബുധൻ, ശുക്രൻ. ചോദ്യം 12. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം റിഗോലിത്ത്. ചോദ്യം 13. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഉത്തരം സെലനോളജി. ചോദ്യം 14. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ഉത്തരം 13 തവണ. ചോദ്യം 15. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? ഉത്തരം ഗാനിമീഡ്. ചോദ്യം 16. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ തൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര 1984 ഏപ്രിൽ 2 നടത്തിയത്. ചോദ്യം 17. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വിക്രം സാരാഭായ്. ചോദ്യം 18. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ബഹിരാകാശത്തേക്ക് പോയ വനിത എന്ന് പറയുന്നത്. അങ്ങനെ കൽപ്പന ചൗള രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നു 2003. അങ്ങനെ 2003 ബഹിരാകാശത്തേക്ക് പോയി തിരിച്ചു വരുന്ന യാത്രയിൽ ആ ഒരു വാഹനം ദുരന്തത്തിൽപ്പെട്ട് കൽപ്പന ചൗള മരണപ്പെടുകയുണ്ടായി. ചോദ്യം 19. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര്? ഉത്തരം യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ 1961 പോയത്. അദ്ദേഹം ഒരു റഷ്യൻ വംശജനും കൂടെയാണ്. ചോദ്യം 20. ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം അനൗഷി അൻസാരി. ചോദ്യം 21. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. ചോദ്യം 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം? ഉത്തരം PSLV C-11. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്.
ഡേറ്റും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ചോദ്യം 23. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം. ഉത്തരം GSLV Mark 3. അത് 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. ചോദ്യം 24. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം LVM-3, അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചോദ്യം 25. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം AB വാജ്പേയി. ചോദ്യം 26. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂറി ഗഗാറിൻ. യൂറി ഗഗാറിനാണ് ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. ചോദ്യം 27. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഉത്തരം തുമ്പ. ചോദ്യം 28. ചന്ദ്രനിൽ കണ്ടെത്തിയ ഗർത്തങ്ങളിൽ ഏറ്റവും വലിയ ഗർത്തം. ഉത്തരം ബെയിൽ ഗർത്തം. ചോദ്യം 29. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗലീലിയോ ഗലീലി. ചോദ്യം 30. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2023 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ആദിത്യ L1. ചോദ്യം 31. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ചോദ്യം 32. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1. ചോദ്യം 33. അമ്പിളിയമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാര്? ഉത്തരം ONV കുറുപ്പ്. ചോദ്യം 34. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്. ഉത്തരം ശ്രീഹരിക്കോട്ട. ചോദ്യം 35. നിലവിലെ ISRO ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ S സോമനാഥ്. ചോദ്യം 36. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം വിക്രം സാരാഭായ്. ചോദ്യം 37. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി അറിയപ്പെടുന്നത്. ഉത്തരം ഗഗൻയാൻ. ചോദ്യം 38. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേരെന്ത്? ഉത്തരം അപ്സര. ചോദ്യം 39. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം എജ്യൂസാറ്റ്. ചോദ്യം 40. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പൂർണ്ണരൂപം. ഉത്തരം നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ചോദ്യം 41. 2023 ചന്ദ്രദിന പ്രമേയം എന്ത്? ഉത്തരം ലൂണർ എക്സ്പ്ലോറേഷൻ, കോർഡിനേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി, അതായത് ചന്ദ്രപര്യവേക്ഷണം, ഏകോപനം, സുസ്ഥിരത. ചോദ്യം 42. 2024 ചന്ദ്രദിന പ്രമേയം എന്ത്? ഉത്തരം ഇല്ലുമിനേറ്റിംഗ് ദ ഷാഡോസ്, അതായത് നിഴലുകളെ പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.